ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലവോദിക്കയിലെ സഭയ്ക്കുള്ള കത്താണ് നാം പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സഭയ്ക്കുള്ള കത്തിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും വിചിന്തനങ്ങളുമൊക്കെ നാം നടത്തി. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, മാനസാന്തരപ്പെടുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. ഇത് പഴയ നിയമത്തിലെ സുഭാഷിതങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ആശയമാണ്. ഇപ്പോൾ സുഭാഷിതങ്ങളിൽ ഈ ശാസനയെക്കുറിച്ചും ശിക്ഷണത്തെക്കുറിച്ചും എല്ലാം ഉള്ള നിരവധി വിവരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. സുഭാഷിതം 13-ാം അധ്യായം 24-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. അപ്പോൾ ശാസനയും ശിക്ഷണവും എന്ന് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ നേർവഴിക്ക് തിരിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ശാസിക്കുക ശിക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തെറ്റ് തിരുത്തലും ഉപദേശവുമൊക്കെ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തീക്ഷ്ണതയുള്ളവനാകുക എന്ന് പറയുമ്പോൾ മന്ദോഷ്ണതയുടെ നേർ വിപരീതമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ക്രിസ്തുവിനായിട്ട് ജ്വലിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക. ഇനി ഇവിടെ പറഞ്ഞ ആദ്യത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? സ്നേഹിക്കുക എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫിലെയിൻ എന്ന് പറയുന്ന ആ പദം വളരെ വികാരോഷ്മളമായിട്ടുള്ള, വളരെ മാനുഷികമായിട്ടുള്ള ഒരു വികാര പ്രകടനമാണ് സൂചിപ്പിക്കുന്നത്. പിതാവിന് തങ്ങളുടെ മക്കളോടുള്ള ഒരു വാത്സല്യം, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തിന്, ക്രിസ്തുവിന് സഭാമക്കളോടുള്ള ആ സ്നേഹം, അതിൻ്റെ പ്രകടനം തന്നെയാണ് ഈ ശാസന അല്ലെ ശിക്ഷണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ് ഈ ലവോദിക്കയിലെ സഭയോട് യോഹന്നാൻ പറയുന്നത്? ഇവരുടെ അവസ്ഥ വളരെ അരോചകമാണ് എങ്കിലും യേശു ആരെയും നഷ്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏവരും ഓരോരുത്തരും യേശുവിന് വളരെ പ്രിയപ്പെട്ടവരാണ്. നഷ്ടപ്പെട്ട ഒരാടിനെ അന്വേഷിച്ച് പോകുന്നവനാണല്ലോ യേശു. അങ്ങനെയെങ്കിൽ ലവോദിക്കയിലെ സഭയെയും നഷ്ടപ്പെടാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ഇനി പറയുന്ന അടുത്ത വാക്യം വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ്. 20-ാമത്തെ വാക്യം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിരിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. വില്യം ഹോൾമൻ ഹണ്ട് ഒരു ഇംഗ്ലീഷ് ചിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രം ലോകത്തിൻ്റെ പ്രകാശം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ചിത്രം തന്നെയാണ്. വാതിലിന് പുറത്ത് നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന ആ യേശുവിൻ്റെ ചിത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു നമ്മുടെ ഹൃദയവാതിലിന് പുറത്ത് നിന്നുകൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തുറന്നു കൊടുക്കേണ്ടത് നാം തന്നെയാണ്.
ഇപ്പം ഞാൻ തന്നെ മനസ്സ് വെച്ച് വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ യേശുവിന് അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി സ്നേഹപൂർവ്വം വാതിൽക്കൽ മുട്ടുന്ന മണവാളനെ ഉത്തമഗീതം 5-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു, അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. വളരെ മനോഹരമായിട്ട് ദൈവം മനുഷ്യരുടെ മുന്നിൽ വരുന്ന ഒരു ചിത്രമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇവിടെയും യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ തന്നെ മനസ്സ് വയ്ക്കണം. ഇനി അതിനുശേഷം പറയുന്നു, വാതിൽ തുറന്നു തരികയാണെങ്കിൽ ഞാൻ അകത്ത് വന്ന് വിരുന്നിനിരിക്കും. അപ്പോൾ യേശു അകത്ത് വന്ന് എൻ്റെ കൂടെ വിരുന്നിനിരിക്കും. ഈ വിരുന്ന് എന്ന് പറയുന്നത് അത് രക്ഷയുടെ പ്രതീകമാണ്. അപ്പോൾ ഈ വിരുന്നിലേക്ക് യേശു എല്ലാവരും ക്ഷണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, അല്ലെങ്കിൽ ലൂക്ക 14-ാം അധ്യായത്തിൽ, അതുപോലെ 22-ാമത്തെ അധ്യായത്തിൽ ഒക്കെ ഇതിൻ്റെ ഈ വിരുന്നിൻ്റെ സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. യേശയ്യ 25-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഈ പർവ്വതത്തിൽ സർവ്വ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും, മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. ഇപ്പോൾ മിശിഹായുടെ വരവോടനുബന്ധിച്ചുള്ള ഒരു ചിത്രീകരണമാണ് ഇത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ യേശു നമ്മെ ആ മിശിഹ രാജ്യത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി വിരുന്ന് എന്ന് പറയുന്നത് അത് ഹൃദയ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ യേശുവിനോട് ഒത്ത് യേശുവിൻ്റെ ഭക്ഷണമേശയിലെ ഒത്തുകൂടലിൻ്റെ വിവരണങ്ങൾ സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും നമ്മളൊക്കെ കാണുന്നുണ്ട്. യേശു ചുങ്കക്കാരൻ്റെ കൂടെ വിരുന്നിനിരിക്കുന്നതുമൊക്കെ വളരെ രസകരമായിട്ടുള്ള വിവരണങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ആ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ച് വിരുന്നിനിരിക്കും. ഇനി വിരുന്നിനിരിക്കും എന്നതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥസാധ്യതകൾ ഉണ്ട്. ചിലർ പറയും യേശു ഉടനെ വരാനിരിക്കുന്നു, അപ്പോൾ ഈ യേശുവിൻ്റെ വരവിനായിട്ട് ജാഗ്രതയോടെ നാം കാത്തിരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചിലർ പറയുന്നു. എന്നാൽ വേറെ ചിലരുടെ അഭിപ്രായത്തിൽ യേശു വന്നു കഴിഞ്ഞു, നമ്മോടൊപ്പം വിരുന്നിനിരിക്കുന്നു. ഇനി വിരുന്നിനിരിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് യേശുവിനോടുള്ള ആ ബന്ധം അത് കൂടുതൽ ആഴപ്പെടുത്തണം എന്നാണ്. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവിടത്തോടുള്ള ആ ഒരു ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ഇനി മൂന്നാമത് ഒരു അർത്ഥമുള്ളത് അത് ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെടുത്തിയാണ്. വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകം ഈ വിരുന്നിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ വെളിപാടിൻ്റെ പശ്ചാത്തലം നമ്മൾ വിവരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ആരാധനയുടെ ഒരു പശ്ചാത്തലം വെളിപാട് ഗ്രന്ഥത്തിന് ഉണ്ട് എന്ന്. വിശുദ്ധ കുർബാനയുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിലാണ് വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ വിരുന്നിനിരിക്കും എന്ന് യേശു പറയുമ്പോൾ ഈ ഒരു അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലവും നമുക്കിവിടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഞാൻ വിരുന്നിനിരിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ അടുത്ത ഭാഗത്ത് അല്പം വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. അപ്പോൾ ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. അതായത് യേശുവിൻ്റെ വിരുന്നിൽ ഞാൻ പങ്കുചേരുന്നു എന്നാണ് അർത്ഥം. യേശുവിൻ്റെ വിരുന്നിൽ പങ്കുചേരുക എന്ന് പറയുമ്പോൾ അത് ജീവനിൽ പങ്കുചേരുന്നതാണ് അർത്ഥമാക്കുന്നത്. എനിക്ക് യേശു ഭോജ്യമായിട്ട് മാറുന്നു. ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ രൂപത്തിൽ ഭോജ്യമായിട്ട് മാറുന്നു. ഞാൻ യേശുവുമായി ഒന്നായി തീരുന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നാം കാണുന്നത്. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ലവോദിക്കയിലെ
സഭയോട് വിജയം വരിക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് ആയിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. 21 വാക്യം ഞാൻ വായിക്കാം. വിജയം വരിക്കുന്നവനെ ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഇപ്പം ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. വളരെ മനോഹരമായിട്ടുള്ളൊരു വാഗ്ദാനമാണ്. സിംഹാസനം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നമുക്കറിയാം, അത് അധികാരത്തെ, രാജാധികാരത്തെ, അതുപോലെ തന്നെ രാജമഹത്വത്തെ സൂചിപ്പിക്കുന്നു. ഉദ്ധിതനായ യേശു ക്രിസ്തു ഇപ്പോൾ തന്നെ പിതാവിനോടൊത്താണ് ആയിരിക്കുന്നത്. ഇതിൻ്റെ വിവരണം നമ്മൾ 22 അധ്യായത്തിൽ നമ്മൾ കാണും. സ്വർഗത്തിൽ കാണുന്ന ഒരു സിംഹാസനം, അവിടെ പിതാവായ ദൈവവും കുഞ്ഞാടും ഇരിക്കുന്നു, അവിടെ നിന്ന് ജീവൻ്റെ നദി ഒഴുകുന്നു. പിന്നീട് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് കാണാം. അപ്പോൾ സ്വർഗത്തിൽ ഉദ്ധിതനായ യേശു പിതാവോടൊത്ത് ആയിരിക്കുന്നു. ഇനി ദൈവത്തിൻ്റെ രാജ്യത്വത്തിൽ ക്രിസ്തു പങ്കുചേരുന്നത് പോലെ തന്നെ ക്രിസ്തു നമ്മെയും അവിടുത്തെ രാജ്യത്വത്തിൽ പങ്കുകാരാക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം ഇത് നാം പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൽ 19 അധ്യായം 28 വാക്യം, മത്തായി 19:28 ഞാൻ വായിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 30 വാക്യത്തിലും നമ്മൾ സമാനമായിട്ടുള്ള ആശയം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിജയം വരിക്കുന്നവരും ദൈവത്തിൻ്റെ രാജ്യത്വത്തിൽ പങ്കുചേരുന്നു. പൗലോസ്ലീഹ എഫെസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2 അധ്യായം 6 വാക്യം നമുക്കൊന്ന് കാണാം. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ യോഹന്നാൻ്റെ വെളിപാടിൽ നൽകപ്പെടുന്ന ഈ ഒരു വാഗ്ദാനം അത് സുവിശേഷങ്ങളിലും പൗലോസിൻ്റെ ലേഖനങ്ങളിലും കാണുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ വിജയം വരിക്കുന്നവർ ദൈവത്തിൻ്റെ രാജ്യത്വത്തിൽ പങ്കുചേരുന്നത് നാം സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങളിലുമൊക്കെ കാണുന്നു. ഈ ആശയം വെളിപാടിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അപ്പോൾ ദൈവജനം യേശുവിൻ്റെ രാജ്യത്വത്തിൽ പങ്കുചേരുന്നു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിവരണങ്ങളെല്ലാം. ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയുണ്ട്, പിന്നെ ചക്രവർത്തിയുടെ കീഴെയുള്ള സാധാരണ ജനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ അടിമകളെപ്പോലെ രാജാവിന് വേണ്ടി, ചക്രവർത്തിക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട്, കഷ്ടപ്പെടാനായിട്ട് വിധിക്കപ്പെട്ടവർ മാത്രം. പക്ഷേ ഈ സ്വർഗീയ രാജ്യത്തിൽ എപ്രകാരമാണ്? സ്വർഗരാജ്യത്തിൽ അവിടുത്തെ രാജ്യത്വത്തിൽ നമ്മെ അവിടുന്ന് പങ്കുകാരാക്കുന്നു. അപ്പം ഇതിൻ്റെ മഹനീയമായിട്ടുള്ള ആ ഒരു അവസാന നിമിഷത്തെക്കുറിച്ചുള്ള ആ വിവരണം നാം 22 അധ്യായത്തിൽ 5 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 22 അധ്യായം 5 വാക്യം, അത് വെളിപാടിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ഞാൻ വായിക്കാം. സൂര്യൻ്റെ പ്രകാശം അവർക്ക് ആവശ്യമില്ല, എന്തെന്നാൽ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു, അവർ എന്നും എന്നേക്കും വാഴും. ആരാണ് ഈ അവർ എന്ന് പറയുന്നത്? അത് ദൈവവും ദൈവജനവുമാണ്. അപ്പോൾ ആ ഒരു വാഗ്ദാനം അത് ലവോദിക്കയിലെ സഭയ്ക്കും ഇവിടെ നൽകുന്നു. അപ്പോൾ യേശുവിനോടൊപ്പം ആയിരുന്നാൽ, യേശുവിന് വേണ്ടി തീക്ഷ്ണതയാൽ ജ്വലിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നത് ആ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം മാത്രമല്ല, അവിടുത്തെ സിംഹാസനത്തിൽ ദൈവത്തോടു കൂടെ, യേശുവിനോട് കൂടെ ഇരിക്കുവാനായിട്ടുള്ള ആ വലിയ ഒരു ഭാഗ്യവും നമുക്ക് ലഭിക്കും എന്നാണ് യോഹന്നാൻ ഇവിടെ പറയുക. ലവോദിക്കയിലെ സഭയ്ക്കുള്ള ആ സന്ദേശം എന്താണ് ഇവിടെ പറയുന്നത്? ഈ മന്നോഷ്ണത എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ പാപമാണ്.
ഈ മന്നോഷണം എന്ന് പറയുന്നത് 2 വഞ്ചിയിലും കാല് കുത്തുന്നതിന് തുല്യമാണ്. പലപ്പോഴും നാം അതൊക്കെ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. നമ്മുടേതായിട്ടുള്ള ആ സുഖസൗകര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് എന്നാൽ യേശുവിനെ നാം പിൻചെല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം ജീവിക്കുന്നു. യോഹന്നാൻ പറയുന്നു അത് വളരെ അപകടകരമാണ്. കാരണം ഈ മന്നോഷ്ണതയിൽ ആയിരിക്കുന്നവർക്ക് യേശുവിനോട് കൂടെ ആയിരിക്കുവാനായിട്ട്, യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിരിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വളരെ ശക്തമായിട്ട് പറയുന്നു. അപ്പോൾ സമ്പത്തിൽ അഹങ്കരിക്കുന്നവരെ, തങ്ങൾക്ക് വേറൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരെ, അവരുടെ അധികാരത്തിൽ ഒക്കെ ആനന്ദിക്കുന്നവരെ, അവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യേശു പറയുന്നു, നിങ്ങളെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും, അല്ല ഛർദ്ദിച്ച് കളയും. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ നിങ്ങളെ പങ്കാളിയാക്കും എന്ന് പറയുന്നു. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് നാം ഇവിടെ കാണുക. അപ്പോൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ടുള്ള ഒരു വിളി ഈ ലവോദിക്കയിലെ സഭയ്ക്ക് നൽകുന്നത് നാം കാണുന്നു. 2-3 അധ്യായങ്ങളിലെ 7 സഭകൾക്കുള്ള കത്തുകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള 1-2 കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി കടന്നു വരാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2-3 അധ്യായങ്ങളുടെ ലക്ഷ്യം എന്താണ്? അത് ഈ ദർശനത്തിൻ്റെ പശ്ചാത്തലമാണ്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലം. സഭകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ അവസ്ഥ ഞാൻ അറിയുന്നു. ക്രിസ്തുവിൻ്റെ ഈ വചനത്തിന് കാതുകൊടുത്തുകൊണ്ട് നമ്മുടെ അവസ്ഥ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനായിട്ടുള്ള ഒരു വിളിയാണ് നമുക്ക് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള തിന്മകളെ ക്രിസ്തു എപ്രകാരം കാണുന്നോ അതുപോലെ കണ്ട് വിവേചിച്ചറിഞ്ഞ് ആ തിന്മകളുടെ പാതയിൽ നിന്ന് അകലാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. അപ്പോൾ തിന്മയോട് യാതൊരു ബാന്ധവും പാടില്ല, യാതൊരു ഐക്യവും പാടില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ പറയുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള എന്താണ്? നമ്മുടെ ജീവിതത്തിൽ മറ്റ് വ്യാജോപദേശകരുടെ പിന്നാലെ നമ്മൾ പോകുന്നു, വ്യാജപ്രവാചകരുടെ പിന്നാലെ പോകുന്നു, തിന്മയുമായിട്ട് ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ ഒത്തുതീർപ്പുകളൊക്കെ നടത്തുന്നു. അപ്പോൾ അതിനെ ഒട്ടും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് യോഹന്നാൻ ആ സഭകളെ കുറ്റപ്പെടുത്തുന്നത് നാം ഇവിടെ കാണുന്നു. ഇനി ഈ സഭകളുടെ മുന്നിലുള്ള മാർഗം എന്താണ്? ഈ തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ അകന്നു നിൽക്കണം. ഈ തിന്മകളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു നിൽക്കുവാനായിട്ട് വേണ്ട മനോഭാവങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇനി അടുത്തു വരുന്ന ആ ദർശനങ്ങളുടെ വിവരണങ്ങളിൽ നമുക്ക് കാണുക. അപ്പോൾ പശ്ചാത്തല വിവരണത്തിൽ സഭ എന്തായിരിക്കുന്നു എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി തിന്മകളെ എപ്രകാരം നാം അതിജീവിക്കണം എന്ന് തുടർന്ന് പറയുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന്, നാം കണ്ടു, പ്രവാചക കാഴ്ചപ്പാടിൽ ഞാൻ ഈ തിന്മകളുടെ ശക്തികൾക്കെതിരെ ഞാൻ സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ തന്നെ ഞാൻ തയ്യാറാകണം. യേശു കുരിശിൽ ബലിയർപ്പിച്ചതുപോലെ എൻ്റെ ജീവൻ ബലിയർപ്പിക്കാൻ പോലും ഞാൻ തയ്യാറാകണം. ഇനി രണ്ടാമത്, ഈ തിന്മകളുടെ മുന്നിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്നു വീഴും. നമ്മൾ ചിലപ്പോൾ നാം മരിച്ചു വീഴും. അപ്പോൾ ആ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ദൈവം എൻ്റെ സഹായത്തിനെത്തുന്നു. അതാണ് അപ്പോക്കലിപ്റ്റിക് കാഴ്ചപ്പാടിലൂടെ ഉള്ള സന്ദേശം. അപ്പോൾ ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുക. ഇനി എൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തിയെല്ലാം ചോർന്നു കഴിയുമ്പോൾ ദൈവം തന്നെ എന്നെ സഹായിക്കുവാനായിട്ട് കടന്നു വരും. ഈ ഒരു വിവരണമാണ് ഇനി ദർശനങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇനി നാം 4-5 അധ്യായങ്ങളിലേക്ക് കടക്കുന്നു. 4-5 അധ്യായങ്ങൾ ദർശന വിവരണങ്ങളുടെ ആദ്യ ഭാഗം. അത് തുടർന്നുള്ള ഭാഗങ്ങളുടെ ദൈവശാസ്ത്ര അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള അവരുടെ സമരത്തിൻ്റെ ദൈവശാസ്ത്ര അടിസ്ഥാനം. അപ്പോൾ ഈ
ഭാഗത്തേക്ക് വരുമ്പോൾ നാം അതിൻ്റെ വിവരണങ്ങളിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നാം കാണുക. ആദ്യ ഭാഗത്ത് സാധാരണ വിവരണങ്ങളാണ് ഉള്ളത് എങ്കിൽ ഈ ദർശന ഭാഗത്തേക്ക് വരുമ്പോൾ യോഹന്നാൻ തൻ്റെ ഭാവനയുടെ ആ ഒരു ചായക്കൂട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒത്തിരിയേറെ പ്രതീകങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രതീകങ്ങൾ നമുക്കറിയാം പലതും പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇനി ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ കൂടുതൽ നാം പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അതിലുള്ള ചില ദുരൂഹങ്ങളായിട്ടുള്ള ചില പ്രതീകങ്ങളുടെ അർത്ഥമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ ഈ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇതിന് ശേഷം ഞാൻ കണ്ടു, ഇതാ സ്വർഗത്തിൽ തുറന്നിട്ട ഒരു വാതിൽ. 3-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് അടച്ചിട്ട വാതിലിൻ്റെ മുന്നിൽ ക്രിസ്തു വന്ന് മുട്ടുന്നതാണ്. ഇനി 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു തന്നെ വാതിൽ തുറന്നിട്ടുകൊണ്ട് യോഹന്നാനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ ആത്മാവിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദർശനവും സർവപ്രപഞ്ചത്തിൻ്റെ ആരാധനയുമൊക്കെയാണ് നാം ഇവിടെ കാണുക. ഇനി ഈ ഒരു ഭാഗത്ത് 4-ാമത്തെ അധ്യായത്തിൽ നാം കൂടുതലും കാണുന്നത് ഒരു ജെറുസലം ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വിവരണങ്ങളാണ്. ഇപ്പോൾ ജെറുസലം ദേവാലയത്തിൽ ഉള്ള പല പ്രതീകങ്ങളും വ്യത്യസ്ത രൂപത്തിൽ നാം ഇവിടെ കാണുന്നുണ്ട്. ഉദാഹരണം, ഇവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രതീകം സിംഹാസനത്തിൻ്റെ പ്രതീകം, അത് പഴയ നിയമത്തിൽ പേടകത്തോട് സാദൃശ്യം ഉള്ളതാണ് എന്ന് പറയാം. 2-ാം സാമുവേൽ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പേടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ഇടം തന്നെയാണ്. അപ്പോൾ ആ ഒരു പേടകത്തിൻ്റെ ഒരു സമാനമായിട്ടുള്ള ചിത്രമാണ് ഇവിടെ സിംഹാസനത്തിൽ കാണുക. പിന്നെ ഇവിടെ കാണുന്നത് 7 ദീപപീഠങ്ങൾ, 7 തീപ്പന്തങ്ങൾ. അപ്പോൾ 7 തീപ്പന്തങ്ങൾ അത് പഴയ നിയമത്തിൽ നമുക്കറിയാം. അവിടെയുള്ള ദേവാലയത്തിലുള്ള ആ ദീപപീഠം അതിനെ നാം മെനോറ എന്നാണ് വിളിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അതുപോലെ തന്നെ ചിറകുള്ള ജീവികളെക്കുറിച്ചുള്ള വിവരണവും നാം ഇവിടെ കാണുന്നുണ്ട്. 6 ചിറകുകൾ ഉള്ള ജീവികൾ. അത് നാം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്ന വിവരണത്തോട് സാമ്യമുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന അടുത്ത വേറൊരു പ്രതീകമാണ് 24 ശ്രേഷ്ഠന്മാർ. ഈ 24 ശ്രേഷ്ഠന്മാർക്ക് സമാനമായിട്ട് പഴയ നിയമത്തിൽ 24 പുരോഹിത ഗണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒന്ന് സ്ഫടിക സമാനമായിട്ടുള്ള കടൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനും സമാനമായിട്ടുള്ള ചിത്രം കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ഉള്ള കടലിനെ കുറിച്ചുള്ളൊരു സൂചനയുണ്ട്. പക്ഷേ അത് പരിഭാഷയിൽ അത് ദേവാലയത്തിലെ ജലസംഭരണി എന്താണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കടൽ തന്നെയാണ്. അപ്പോൾ ഉരുകിത്തിളയ്ക്കുന്ന കടലിൻ്റെ ഒരു പ്രതീകം, അത് ചിലപ്പോൾ ചെങ്കടലിൻ്റെ ഒരു പ്രതീകമാകാം. പിന്നെ നാം നിരവധി സ്തുതിപ്പുകൾ ഇവിടെ കാണുന്നു. അത് പഴയ നിയമത്തിൽ കാണുന്ന ദേവാലയത്തിലെ സങ്കീർത്തനങ്ങൾ അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതിനോട് സമാനമായിട്ടുള്ള കീർത്തനങ്ങളാണ് എന്ന് പറയുവാൻ സാധിക്കും. പിന്നെ വേറെ ഒന്ന് കാണുന്നത് ഇവിടെയുള്ള സ്വർണ്ണ കലശങ്ങൾ, അത് ദേവാലയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ധൂമ പാത്രങ്ങളാണ്. അപ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥനയുടെ പ്രതീകമായിട്ട് സ്വർഗത്തിലേക്ക് ഉയരുന്ന ധൂപം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബലിമൃഗമായ കുഞ്ഞാട്. അപ്പോൾ ആ കുഞ്ഞാടിൻ്റെ ചിത്രം ഇവിടെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ
ജെറുസലം ദേവാലയത്തിലുള്ള ഒത്തിരിയേറെ പ്രതീകങ്ങൾ ഇവിടെ എടുത്തുകൊണ്ടാണ് ഈ 4-5 അധ്യായങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആരാധനയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, പഴയ നിയമ വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചില ദൈവശാസ്ത്ര ദർശനങ്ങൾ. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് തുടർന്നു വരുന്ന ദർശനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ 4-5 അധ്യായങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൈവശാസ്ത്ര ആശയങ്ങൾ എന്നതിലേക്ക് നമുക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാം. അതുവരെ എല്ലാവർക്കും വണക്കം.